പറയാൻ പോകുന്നത് നമ്മൾ ഈ കുറഞ്ഞ സ്ഥലമുള്ള ആളുകളുണ്ടാവും വീട്ടിൽ വളപ്പിലൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. കുറഞ്ഞ സ്ഥലം ഉണ്ടാവുള്ളൂ, അതിലെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ കവറെടുക്കുക, പൂള കൃഷി, കപ്പ മരച്ചീനി പൂള ഒക്കെ പറയുന്നതിന് ഇത് കൃഷി ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ കവറുകളിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കുത്തി വെച്ചാൽ നല്ല വിളവ് കിട്ടും. ഇതുപോലത്തെ ഇപ്പോൾ എല്ലാവരും ഇത് വരുന്നുണ്ട്, മുളകളൊക്കെ വരുന്നുണ്ടതാണ്. കുത്തിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ, 7 ദിവസമായിട്ടുള്ള മുളകൾ വരുന്നുണ്ട്, എല്ലാത്തിനും മുളക് വരുന്നുണ്ട്. അപ്പോൾ ഈ വേനലാകുമ്പോൾ കുറച്ച് നനച്ചു കൊടുക്കണം. പിന്നെ 2 മാസം ജൂണോട് കൂടിയിട്ട് അതിന് ഇത്ര ഇറങ്ങും, പിന്നെ നനക്കേണ്ട അവസ്ഥ മഴത്തങ്ങനെ കൊണ്ട്. ഇത് 6 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ഇതുപോലത്തെ മണ്ണിട്ടാൽ കവറിന് മണ്ണിട്ടുണ്ട്. ഇതിന് ഞാൻ മുന്നേ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് കമ്പ്. ഈ കമ്പ് ഇതിൽ നിന്നാണ് നമ്മൾ വിളവെടുക്കുന്നത്. ഇത് നമ്മളൊരു ഈ കമ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് കഷ്ണാക്കാം. കണ്ടില്ലേ? ഇതിൽ 1, 2, 3 ഈ 1, 2, 3, 4, 5, 6 കഷ്ണമിട്ട് കഷ്ണത്തിൽ മുറിക്കാം. അങ്ങനെ ഇതുപോലത്തെ കമ്പെടുത്തിട്ട് ഇതിൽ മുറിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ വെല്ല പൊട്ടിക്കുക. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യുക, ഇതിവിടെ ചെറിയ മുകുളങ്ങൾ വന്നിട്ടുണ്ടാവും. ഇതാണ് മുള കൊണ്ടുള്ളതാണ്. ഇത് മുകൾ ഭാഗത്താക്കിയിട്ട് ഇട്ടിട്ട് ഈ 2 കമ്പ് അടിക്കാറ്റിതാണ്, ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ്. ഇത്ര മതി, 2 കമ്പ് മതി. ഇങ്ങനെ വെച്ച് ചെയ്താൽ മതി. അങ്ങനെ വരെ എല്ലാ ഇതിലും അതേമാതിരി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കുടിച്ചിട്ട് പിന്നെ ലേശം വെള്ളമൊഴിക്കുക. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതുപോലത്തെ മുകുളങ്ങൾ ഇങ്ങനെ മുളച്ചുകൊണ്ട് വരും. കണ്ടില്ലേ? ഇതുപോലത്തെ മുകുളങ്ങൾ വരും. ഒരാഴ്ച ഇതുപോലത്തെ മുകൾ വന്നാൽ ഈ 2 സൈഡ് കണ്ടില്ലേ? ഇത് കുറച്ച് ദിവസം മുന്നേ കുഴിച്ചിട്ടാണല്ലേ? ഇതിപ്പോൾ കുഴിച്ചിട്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ 14 ദിവസത്തേക്ക്. ആദ്യം കാണിച്ചത് 7 ദിവസം. ഇതിനൊക്കെ 14 ദിവസത്തെ ഇത്ര ഇങ്ങനെ വരും. ഇനി ഇങ്ങനെ വരും. ഇതിന് മുകളിലൊക്കെ ഇതുപോലെ ചപ്പുകൾ കൊടുത്താൽ മതി. എന്നാൽ വെയിലിൻ്റെ ചൂട് കൊള്ളൂല, പെട്ടെന്ന് ഇതിന് ചൂടാതിക്കില്ല. ഇതതിൻ്റെ 2 ദിവസം മുമ്പ് ഉണ്ടാക്കുക. ഇത് മറ്റതൊക്കെ കണ്ടില്ല, 2 മുകളും മതി. ഇനി അങ്ങനെ വലുതായി പൊന്തി വരും. അങ്ങനെ പിന്നെ ഇത് 2, 3 വലിയ ഡ്രമ്മാണ്. വെള്ള ടാങ്ക് മുറിച്ചിട്ട് ഇപ്പോൾ കണ്ടമാനം ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ വെള്ള ടാങ്കിൻ്റെ പകുതി മുറിച്ചിക്കുക. 2 പീസായി ഇത് 2 ടാങ്ക്. അപ്പോൾ കണ്ടമാനം മണ്ണ് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഈ മുകളിൽ ഇട്ടത് എന്തിനാ അറിയാം, കോഴികൾ മണ്ണ് പുറത്തേക്ക് അടിക്കണ്ടായിട്ട് മൂടി വെച്ചാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ പുല്ല് മുളക്കൂല, പുല്ല് മുളക്കാതിരിക്കാനാണ് ഈ കവർ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിന് മുകളിൽ നമുക്ക് വേറെ കൃഷികളൊക്കെ ചീര അതൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും. അങ്ങനെ സംഭവം. അപ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റിയൊരു വിവരണം ഞാൻ നടത്തി. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ കരുതും. അതിൻ്റെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.